ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ 14ാം പാഠഭാഗത്തിൽ ഇസ്രായേലിലെ പ്രവാചകന്മാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആരെക്കുറിച്ചാണ്? ഇസ്രായേലിലെ പ്രവാചകന്മാർ. അതിനു മുൻപ് ടീച്ചർ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നമ്മളുടെ വീടുകളിൽ രാത്രി സമയത്ത് കറണ്ട് പോവാറുണ്ട്. ഇൻവെർട്ടറുള്ള വീടുകളിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതൊന്നും ഇല്ലാത്ത വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യും? രാത്രി സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കും, അല്ലേ? അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കും. ആ വിളക്കിന്റെ പ്രകാശം കൊണ്ട് ആ റൂമിലുള്ള ഇരുട്ട് മുഴുവൻ ഇല്ലാതാകും. അതുപോലെ ആ വീടുകളിൽ ഒരു കൊച്ചു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. കൊച്ചുകുട്ടികൾ സാധാരണ വിളക്ക് കത്തിച്ചു വെച്ച് ഇരിക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യും? അവർ ഓടിച്ചെന്ന് അതിനെ തൊടാൻ നോക്കും, അല്ലേ? അതിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും മക്കളെ? നിങ്ങളുടെ കൈ പൊള്ളിപ്പോവും, അല്ലേ? പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയില്ല. ആ സമയത്ത് വീട്ടിലുള്ള മുതിർന്നവർ കൊച്ചുകുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകും, അതിൽ തൊടരുത്. അതുപോലെ മുതിർന്നവർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ഇസ്രായേലിൽ പ്രവാചകന്മാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. കേട്ടോ? ഇനി നമുക്ക് പ്രവാചകർ ആരാണ്, എന്താണ് അവരുടെ ദൗത്യം എന്നെല്ലാം പഠിക്കാം. രാജാക്കന്മാരുടെ കീഴിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ ശത്രുക്കളിൽ നിന്നെല്ലാം രാജാക്കന്മാർ രക്ഷിച്ചു. അതാണ് ഒരു രാജാവിന്റെ ദൗത്യം, അല്ലേ? ശത്രുക്കളിൽ നിന്നെല്ലാം തന്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നത്. അങ്ങനെ രാജാക്കന്മാരുടെ കീഴിൽ ജനങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിച്ചു. അവിടെ എല്ലായിടത്തും സമ്പത്തും സമ്പൽ സമൃദ്ധിയും അതുപോലെ സമാധാനവും നിറഞ്ഞു നിന്നു. പക്ഷേ ഈ ജനങ്ങൾ സാവധാനം ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങി. അത് നല്ല സ്വഭാവമാണോ? അല്ല. ഇവിടെ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് അന്യദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. അതിന്റെ ഫലമായി രാജ്യത്തെങ്ങും കൊലപാതകവും വഞ്ചനയും കള്ളങ്ങളും നിറഞ്ഞു നിന്നു. ഇസ്രായേൽ ജനത ദൈവവിശ്വാസത്തിൽ നിന്ന് പുറകേക്ക് വലിയുവാൻ തുടങ്ങി. ആ സമയത്ത് ഇസ്രായേൽ ജനത്തെ നേരായ പാതയിലേക്ക് അല്ലെങ്കിൽ നേരായ വഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പ്രവാചകന്മാർ. ടീച്ചർ ഒന്നും കൂടി പറഞ്ഞു തരാം ആരാണ് പ്രവാചകന്മാർ എന്ന്. തെറ്റു ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തെ നേരായ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പ്രവാചകന്മാർ. ഇനി നമുക്ക് പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. എന്താണ്? ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്നതാണ് പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി പ്രവാചകന്മാരുടെ ദൗത്യം എന്താണെന്ന് നോക്കിയാലോ. പ്രവാചകന്മാർ നമ്മൾ നേരത്തെ കണ്ടു, മുതിർന്നവർ കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ ഇവിടെ പ്രവാചകന്മാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്തിനെ കുറിച്ച്? അവർ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പിന്നെ ഒരു കുട്ടി തെറ്റു ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്തു ചെയ്യും? അവരെ ശാസിക്കും, വഴക്കു പറയും. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരു അപ്പനും അമ്മയും ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കേട്ടോ? അപ്പോ ഇവിടെ പ്രവാചകന്മാരും ഇസ്രായേൽ ജനം ചെയ്തു പോയ തെറ്റുകൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരെ വഴക്കു പറഞ്ഞു, ശാസിച്ചു. ചെയ്യുന്നത് തെറ്റാണ്. ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പശ്ചാത്തപിക്കണം, അല്ലേ? മാനസാന്തരപ്പെടണം. ഇവിടെ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിനോട് അരുളി ചെയ്യുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അതിൽ നിന്നും നിങ്ങൾ തിരികെ ദൈവത്തിലേക്ക് വരണം. ഓക്കെ? പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരികെ വരണം. ഇതെല്ലാമാണ് പ്രവാചകന്മാരുടെ ദൗത്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ. എന്തൊക്കെയാണ്? ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ ശാസിക്കുക, അതുപോലെ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരികെ വരാൻ ആഹ്വാനം ചെയ്തു. ഇതെല്ലാമാണ് പ്രവാചകരുടെ ദൗത്യങ്ങൾ. ഇനി നമുക്ക് പ്രവാചകരെ അവരെഴുതിയ പുസ്തകങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ പ്രവാചകർ എന്നും
ചെറിയ പ്രവാചകരെന്നും. വലിയ പ്രവാചകർ അത്യാവശ്യം നല്ലപോലെ വലിപ്പമുള്ള പുസ്തകങ്ങൾ എഴുതിയവരാണ്. അങ്ങനെ 4 പ്രവാചകരാണ് വലിയ പ്രവാചകർ എന്ന് അറിയപ്പെടുന്നത്. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? യെശയ്യാ പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ, എസെക്കിയേൽ, ദാനിയേൽ. ആരൊക്കെയാണ്? യെശയ്യാ, ജെറമിയ, എസെക്കിയേൽ, ദാനിയേൽ. ഇനി നമുക്ക് 12 ചെറിയ പ്രവാചകരുമുണ്ട്. അവർ ചെയ്തു പോയ കാര്യങ്ങളുടെ വലിപ്പം കുറഞ്ഞത് കൊണ്ടല്ല, പകരം അവർ ചെയ്തു പോയ പുസ്തകത്തിന്റെ വലിപ്പം കുറഞ്ഞു പോയത് കൊണ്ടാണ് ഈ 12 പ്രവാചകരെ ചെറിയ പ്രവാചകർ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണെന്ന് അറിയണ്ടേ 12 ചെറിയ പ്രവാചകർ? ഹോസിയ, ആമോസ്, ജോയേൽ, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗായി, സഗറിയ, മലാക്കി. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഈ 12 ചെറിയ പ്രവാചകരുടെ പേര് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വായിച്ചു പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പ്രവാചകർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ 2 പ്രവാചകരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏലിയ പ്രവാചകനും യെശയ്യാ പ്രവാചകനും. ഏലിയ പ്രവാചകന്റേതായ പുസ്തകങ്ങൾ ഒന്നും തന്നെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഏലിയ പ്രവാചകനെ കുറിച്ച് അറിയണമെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് വായിക്കണം. അതിൽ വളരെ കൃത്യമായിട്ട് ഏലിയ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ടീച്ചർ ഏലിയ പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആഹാബ് രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഏലിയ പ്രവാചകൻ ജീവിച്ചിരുന്നത്. ദൈവത്തിൽ നിന്നും അകന്നുപോയ ഇസ്രായേൽ ജനം എന്തു ചെയ്തു? അവർ പല അന്യദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. അവർ തനിയെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരെ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആഹാബ് രാജാവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ദേവനാണ് ബാൽ ദേവൻ. ബാൽ ദേവന് വേണ്ടിയിട്ട് ആഹാബ് രാജാവ് ഒരു അമ്പലം തന്നെ പണിയിപ്പിച്ചു. അദ്ദേഹം തന്റെ 2 പുത്രന്മാരെ ബാൽ ദേവന് വേണ്ടി ബലി കഴിച്ചു. ഇതറിഞ്ഞ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനെ സമീപിച്ചു. നീ ചെയ്തത് തെറ്റാണ് എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ആഹാബ് രാജാവ് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ആഹാബ് രാജാവ് തന്റെ പ്രവൃത്തികൾ തുടർന്നു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏലിയ പ്രവാചകൻ ബാൽ ദേവന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. അവർ ഒരു പന്തയം വെച്ചു. ആ പന്തയത്തിൽ ജയിക്കുന്നത് ആരാണെങ്കിലും അവരുടെ ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. അതായിരുന്നു അവരുടെ പന്തയം. അങ്ങനെ ഒരു സൈഡിൽ ബാൽദേവന്റെ പ്രവാചകന്മാരും മറ്റൊരു വശത്ത് ഏലിയ പ്രവാചകനും. ബാൽദേവന് ഏകദേശം 450 പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വശത്ത് ആര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? ഏലിയ പ്രവാചകൻ മാത്രം. അങ്ങനെ അവർ അവരുടെ പന്തയം തുടങ്ങി. ഇനി പന്തയം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. അവർ ബലിപീഠം ഒരുക്കി അതിൽ കാളക്കുട്ടിയെ കൊന്ന് കഷ്ണങ്ങളാക്കി വെക്കും. എന്നിട്ട് തീ കൊടുക്കില്ല. പകരം അവർ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അഗ്നി വന്ന് ആരുടെ ബലിയാണോ സ്വീകരിക്കുന്നത് അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അങ്ങനെ ആദ്യം ബാൽദേവന്റെ പ്രവാചകന്മാർ കാളക്കുട്ടിയെ കൊന്ന് കഷ്ണങ്ങളാക്കി ബലിപീഠമുണ്ടാക്കി അതിന്മേൽ അടുക്കി വെച്ചു. അതിനുശേഷം അവർ കൈകൊട്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. ആരും വന്നില്ല, ദൈവം വന്നില്ല, അഗ്നി വന്നില്ല, ബലി ആരും സ്വീകരിച്ചില്ല. അതിനുശേഷം ഏലിയ പ്രവാചകൻ 12 കല്ലെടുത്തു. എന്തിനാണ് ഏലിയ പ്രവാചകൻ 12 കല്ലെടുത്തത്? യാക്കോബിന്റെ പുത്രന്മാരുടെ എണ്ണം എത്രയാ? എത്ര പുത്രന്മാരാ യാക്കോബിനുള്ളത്? 12. അതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഏലിയ പ്രവാചകൻ 12 കല്ലെടുത്തത്. അങ്ങനെ 12 കല്ലെടുത്ത് വെച്ച് അതിൽ ബലിപീഠം ഉണ്ടാക്കി. 12 കല്ലുകൊണ്ട് ബലിപീഠം ഉണ്ടാക്കി അതിന്മേൽ വിറക് നിരത്തി വെച്ചു. അതിനുശേഷം കാളക്കുട്ടിയെ കൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചു. വേറൊരു കാര്യം കൂടി ഏലിയ പ്രവാചകൻ ചെയ്തു. എന്താണെന്നറിയണ്ടേ? ഏലിയ പ്രവാചകൻ 4 കുടം വീതം വെള്ളം എടുത്തുകൊണ്ടുവന്നു. അതിനുശേഷം ഈ ബലിവസ്തുക്കളിന്മേൽ വെള്ളം ഒഴിച്ചു. അങ്ങനെ ഏലിയ പ്രവാചകൻ 3 പ്രാവശ്യം ചെയ്തു. അപ്പൊ എത്ര കുടം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും? 12 കുടം വെള്ളം ഒഴിച്ചു. വിറക് നനഞ്ഞു കഴിഞ്ഞാൽ അത് കത്തുമോ മക്കളെ? ഇല്ല അല്ലേ? വിറക് നനഞ്ഞു കഴിഞ്ഞാൽ അത് കത്തില്ല. ഇവിടെ
എന്തു ചെയ്തു ഏലിയ പ്രവാചകൻ? ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങി ബലിപീഠവും ബലിവസ്തുക്കളും അതുപോലെ എല്ലാം കത്തി ശാമ്പലായി. അതിന്റെ ഒപ്പം തന്നെ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി ഒരു ചാൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചാലിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം പോലും വറ്റിപ്പോയി. അതാണ് ദൈവത്തിന്റെ ശക്തി. ഇത് കണ്ട ഇസ്രായേൽ ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അങ്ങനെ ദൈവത്തിൽ നിന്ന് തെറ്റി ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയ ഇസ്രായേൽ ജനതയെ സത്യദൈവ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? ഏലിയ പ്രവാചകന്. അങ്ങനെ ജനങ്ങളെല്ലാം ഏലിയ പ്രവാചകൻ വഴി സത്യദൈവ വിശ്വാസത്തിലേക്ക് തിരികെ വന്നു. ഇനി ഏലിയ പ്രവാചകന് ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏലീശ പ്രവാചകനാണ്. ഏലീശ പ്രവാചകനിലൂടെ കഷ്ടപ്പെടുന്നവരോടുള്ള ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് കാണുവാൻ സാധിക്കും. മനസ്സിലായോ ഇപ്പോൾ ഏലിയ പ്രവാചകനെ കുറിച്ച്? ഇനി നമുക്ക് യെശയ്യാ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ആർക്കുണ്ടായിരുന്നത്? യെശയ്യാ പ്രവാചകന്. ഞായറാഴ്ച പള്ളികളിൽ എത്ര വായന ഉണ്ടാവാറുണ്ട്? 3 വായന അല്ലേ? അതിൽ ഒന്നാമത്തേത് പഴയ നിയമം, രണ്ടാമത്തേത് ലേഖനം, മൂന്നാമത്തേതോ സുവിശേഷം. അപ്പോ ഈ പഴയ നിയമം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ? മിക്കപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത്. അതുപോലെ യെശയ്യാ പ്രവാചകന് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ. ഇനി നമുക്ക് യെശയ്യാ പ്രവാചകനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, യെശയ്യാ പ്രവാചകന് ഒരു ദൈവദർശനം ലഭിച്ചു. ആ ദൈവദർശനത്തിലൂടെയാണ് യെശയ്യാ പ്രവാചകന് പ്രവാചക വരം ലഭിച്ചത്. ആ ദർശനം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. ഒരു ദിവസം യെശയ്യാ പ്രവാചകൻ കണ്ടു കർത്താവ് ദേവാലയത്തിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വസ്ത്രം ആ ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന് ചുറ്റും മാലാഖമാർ നിന്നിരുന്നു. ഈ മാലാഖമാര് നിങ്ങൾ പള്ളികളിലും അതുപോലെ പുസ്തകങ്ങളിലും ഒക്കെ പടം കണ്ടിട്ടുണ്ടാവും. ഈ മാലാഖമാർക്ക് സാധാരണ എത്ര ചിറകുകൾ ഉണ്ടാവാറുണ്ട്? 2 അല്ലേ? പക്ഷേ ഇവിടെ യെശയ്യാ പ്രവാചകൻ കണ്ട ദൈവദർശനത്തിലുള്ള മാലാഖമാർക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. എത്രണ്ണം? 6. അതിൽ 2 കൊണ്ട് അവർ അവരുടെ മുഖം മറച്ചിരുന്നു, 2 കൊണ്ട് കാൽപാദങ്ങൾ മറച്ചിരുന്നു, 2 അവർക്ക് പറക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. അവർ കർത്താവിന് ചുറ്റും നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്നു. അവരുടെ സൗണ്ട് കൊണ്ട് ദേവാലയത്തിലെ പൂമുഖത്തിന്റെ അടിസ്ഥാന ശിലകൾ വരെ പറന്നുപോയി എന്നാണ് പറയുന്നത്. അവിടെ മുഴുവൻ പൊടിപടലം നിറഞ്ഞു. ഇത് കണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം. കാരണം ഞാൻ അശുദ്ധമായ അധുരങ്ങൾ ഉള്ളവനാണ്, അതുപോലെ അശുദ്ധമായ അധുരങ്ങൾ ഉള്ളവരുടെ കൂടെ ജീവിക്കുന്നവനാണ്. അങ്ങനെയുള്ള എൻ്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ കർത്താവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നശിച്ചു. ഇത് കേട്ട മാലാഖമാരിൽ ഒരാൾ എന്തു ചെയ്തെന്നറിയാവോ? ഒരു കുടിൽ കൊണ്ടുവന്ന് കൊടിലുകൊണ്ട് അവർ ഒരു അഗ്നി കഷ്ണം എടുത്തു. അത് കൊണ്ടുപോയി യെശയ്യാ പ്രവാചകന്റെ അധരങ്ങളിൽ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ നീ വിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു, നിന്റെ അശുദ്ധതയെല്ലാം മാറിപ്പോയിരിക്കുന്നു, നീ വിശുദ്ധിയുള്ളവനായി തീർന്നു. അങ്ങനെ അന്ന് മുതലാണ് യെശയ്യാ പ്രവാചകന് പ്രവാചക വരം ലഭിച്ചത്. ദൈവത്തിന്റെ പരമ പരിശുദ്ധിയെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു രക്ഷകന്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ആ രക്ഷകൻ? ലോകത്തെ മുഴുവൻ നവീകരിക്കാൻ കഴിവുള്ള രക്ഷകൻ. യേശുവിന്റെ വരവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നു. അതുപോലെ മാനസാന്തരം, പ്രത്യാശയുടെ ദിനങ്ങൾ, ദൈവസ്നേഹം, ഇതിനെ കുറിച്ചെല്ലാം യെശയ്യാ പ്രവാചകൻ ജനങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു. ഇനി ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി ടീച്ചർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആട്ടോ. യെശയ്യാ പ്രവാചകന്റെ
പുസ്തകം എടുക്കുക. ഇഷ്ടംപോലെ അധ്യായങ്ങളുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 വചനം എഴുതണം കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 വചനം എഴുതണം കേട്ടോ. ഇനി ഈ ആഴ്ച മനഃപ്പാഠമാക്കുവാനുള്ള വചനഭാഗം പഠിക്കാം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവീൻ. കൊളോസോസ് 3:14. ഈ കൊല്ലത്തെ നമ്മുടെ ആപ്തവാക്യവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ഇന്ന് മനഃപ്പാഠമാക്കാനുള്ള വചനഭാഗം. അപ്പോൾ എല്ലാവരും വചനഭാഗം മനഃപ്പാഠമാക്കണം. ടീച്ചർ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യണം കേട്ടോ. അപ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവർക്കും ഈശോയിൽ സുഖവും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അധ്യായത്തിൻ്റെ പേര് പന്തക്കുസ്ത ദിനവും വിശ്വാസ പ്രഘോഷണവും എന്നാണ്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് പന്തക്കുസ്ത എന്ന് നമുക്ക് പഠിക്കാം. പഴയ നിയമത്തിൽ പറയുന്നത് ആദ്യ ഫലങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടായിരുന്നു അവർ പന്തക്കുസ്ത ആഘോഷിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ നമ്മൾക്ക് നൽകിക്കൊണ്ടാണ് പുതിയ പന്തക്കുസ്ത നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പന്തക്കുസ്തയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യന്മാരെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂട്ടി ആ മക്കളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കി. അങ്ങനെ 41-ാമത്തെ ദിവസം സിഹിയോൻ മാളികയിലായിരുന്നു ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയത്. അങ്ങനെ 41-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ അവരിലേക്ക് ഇറങ്ങി വരികയും അവർ ശക്തി പ്രാപിക്കുകയും പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷാവരത്തിൽ അവർ ഈശോയെ പ്രഘോഷിക്കുകയും ചെയ്തു. ഇതാണ് പന്തക്കുസ്തയുടെ ആ ഒരു സാഹചര്യം. നമ്മുടെ ചാപ്റ്ററിനെ നമ്മൾ 5 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, 2-ാമത്തെ ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, 3-ാമത്തെ ഭാഗം വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗമാണ്, 4-ാമത്തെ ഭാഗം തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് വരുന്നു, 5-ാമത്തെ ഭാഗം കൈത്താകാലം. ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് തീയാണെന്ന് അമ്മയോളം അറിഞ്ഞ ഒരു സ്ത്രീ നമ്മൾ വേറെ ബൈബിളിൽ കാണുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ. മംഗളവാർത്തയിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ മാലാഖ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയാണ് ഈ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവിടെ പ്രാർത്ഥിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും വളരെ നിസ്സാരമായി അതിനെ തരണം ചെയ്യാമെന്ന് പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തിലൂടെ ആ മക്കൾക്ക് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. നമ്മൾ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഇവർ തീക്ഷ്ണമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സിഹിയോൻ മാളികയിൽ ഇവർ കൂടിയിരുന്ന സിഹിയോൻ മാളികയിൽ വലിയ ഒരു ആരവം, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ആരവം ഉണ്ടാവുകയും തീനാളങ്ങളുടെ രൂപത്തിലേക്ക് അവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവരോരോരുത്തരും കണ്ടു. പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷാവരത്തിൽ അവർ സംസാരിക്കുകയും ചെയ്തു. ഒന്ന് നോക്കി, പരിശുദ്ധാത്മാവ് വന്നത് എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിലാണ് അവരിൽ ഓരോരുത്തരിലേക്കും വന്നു നിറഞ്ഞത്. ഇവിടെ പരിശുദ്ധാത്മാവ് വരുന്നത് അഗ്നിയുടെ രൂപത്തിലാണ്. നമ്മൾ ബൈബിള് റെഫർ ചെയ്യുമ്പോൾ, വായിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം എടുക്കുകയാണെങ്കിൽ അവിടെ വെള്ളത്തിന് മീതെ ചലിക്കുന്ന
ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ വരുമ്പോൾ മോശയ്ക്ക് മുൾപ്പടർപ്പ് എരിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. വീണ്ടും നമ്മൾ വായിച്ചു വരുമ്പോൾ ഏശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഏശയ്യയെ ദൈവം വിളിക്കുന്നൊരു ഭാഗമുണ്ട്. അന്നേരത്തെ ഏശയ്യ പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവരുമാണ്. അപ്പോൾ സെറാഫുകളിൽ ഒരാൾ കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് ഏശയ്യായുടെ നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനായിരിക്കുന്നു എന്ന്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിലാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വരുന്നത്. അങ്ങനെ ഈ ശിഷ്യന്മാരിൽ അഗ്നിയായിട്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വരുന്നത്. അഗ്നി സൂചിപ്പിക്കുന്നത് തന്നെ ഒരു വചന പ്രഘോഷണത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഇവിടെ അഗ്നിയെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷാവരത്തിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സെഹിയോൻ മാളികയിലാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഈ സെഹിയോൻ മാളിക എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഈ ജെറുസലേമിൻ്റെ പ്രത്യേകത എന്താ? യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു ഏത്? ജെറുസലേം. അവിടെ അനേകം ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഹിയോൻ മാളികയുടെ ശബ്ദമെല്ലാം കേട്ടിട്ട്, കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന നാനാ ഭാഷ സംസാരിക്കുന്ന ആളുകളെല്ലാം അവിടേക്ക് എന്ത് പറ്റി? ഓടിക്കൂടി അല്ലേ? ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് എന്താ? ശിഷ്യന്മാരെല്ലാവരും ഭാഷാവരത്തിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ പറ്റി, ഈശോയെ പറ്റിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അത്ഭുതപ്പെടുക. കാരണം പല ഭാഷകൾ സംസാരിക്കുന്ന യഹൂദജനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർ സംസാരിക്കുമ്പോൾ, ശിഷ്യന്മാർ സംസാരിക്കുമ്പോൾ സ്വന്തം ഭാഷയിൽ അവർക്ക് അത് ശ്രവിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവരവരുടേതായ ഭാഷകളിൽ അവർ അത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വലിയൊരു അത്ഭുതമായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ പത്രോസ് ലീഹ, എടുത്തുചാട്ടക്കാരനാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം പത്രോസ് ലീഹ. നമ്മൾ 3-ാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. പത്രോസ് ലീഹ ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന്, ആത്മാവിൽ ശക്തി പ്രാപിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് അവിടെ കൂടിയിരുന്ന യഹൂദജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലഹരി പിടിച്ച് ഉന്മത്തരായിട്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. മറിച്ച് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു തിരുവചനം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അത് ഇപ്രകാരമാണ്: അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മേൽ വർഷിക്കും. ഈ വചനം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. കാരണം പഴയ നിയമം ഇസ്രായേൽ ജനത്തിന് വളരെ ബൈഹാർട്ട്, അതിലെ നിയമങ്ങളും സംഹിതകളുമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ ഒരു ബൈബിൾ കോട്ടിങ് അദ്ദേഹം എടുത്തിടുന്നത്. അതിനുശേഷം പത്രോസ് തൻ്റെ പ്രസംഗം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈശോ എപ്രകാരമാണ് കുരിശിൽ മരിച്ചതെന്നും എപ്രകാരമാണ് അവൻ പീഡകൾ സഹിച്ചതെന്നുള്ള ആ ഭാഗങ്ങളെല്ലാം പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഏശയ്യായുടെ പുസ്തകത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഈശോ എപ്രകാരമാണ് മരിക്കുന്നതെന്നും കുരിശിലേറുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പത്രോസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ഈശോ ദൈവവും കർത്താവുമാണെന്ന് പിതാവായ ദൈവം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പത്രോസ് അവരെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന മറ്റൊരു അത്ഭുതമുണ്ട് ഇവിടെ. അതായത് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളിലേക്ക് ഒരു അനുതാപത്തിൻ്റെ ആത്മാവ്, അതായത് അവർക്ക് പശ്ചാത്താപം വരികയാണ്. അവർ ചെയ്തത് തെറ്റായി പോയി എന്ന് അവർക്ക് ബോധ്യമാവുകയാണ്. കാരണം യഹൂദജനമാണ്, നമുക്കറിയാമല്ലോ, യഹൂദജനമാണ് ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലാനായിട്ട് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ലോകത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകനെയാണ് തങ്ങൾ കുരിശിലേറ്റി എന്നുള്ള ആ ഒരു വലിയ ഒരു പാപത്തിൻ്റെ ആ ഒരു ബോധം അവർക്ക് അവിടെ ലഭിക്കുകയാണ്. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറയുകയാണ്, നിങ്ങൾ
പശ്ചാത്തപിച്ച് യേശു ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. അതാണ് പത്രോസ് പറഞ്ഞത്. അങ്ങനെ അന്ന് തന്നെ ഈ പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് 3000-ഓളം പേരാണ് അവിടെ അന്ന് ക്രിസ്തു മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് അന്ന് മാമോദിസ സ്വീകരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഒത്തിരിയേറെ ആളുകൾ ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് ക്രിസ്തുവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, പേടിച്ച് വിറച്ചിരുന്ന ഈ സ്ലീഹന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങളൊന്നും നിങ്ങൾ നോക്കിയേ അല്ലേ? അത്രയും വലിയൊരു യഹൂദ ജനത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ആ ഒരു വലിയൊരു ധൈര്യം അല്ലേ അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് കൊടുത്ത ധൈര്യത്തിൽ അവർ പ്രസംഗിച്ച് അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ജെറുസലേമിൽ മാത്രമല്ല അവർ ഈശോയുടെ വചനം പ്രഘോഷിച്ചത്. ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ വചനം പ്രഘോഷിക്കാൻ പറയുന്നുണ്ട് അല്ലേ? ആ വചനം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിഷ്യന്മാരെല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി അവർ ഈശോയുടെ വചനം പ്രഘോഷിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവരിലും ഈ ഒരു പരിശുദ്ധാത്മാവുണ്ടല്ലേ? പക്ഷെ നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. മാമോദിസയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പിന്നെ നമ്മൾ സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി നമ്മൾ സ്വീകരിച്ചു അല്ലേ? ഈ പരിശുദ്ധാത്മാവ് നമ്മളിലെല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതവും ശിഷ്യന്മാരെ പോലെ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനുള്ള ഒരു ജീവിതമാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മറ്റുള്ളവർക്ക് സാക്ഷികളാകുവാനും ഈശോയുടെ ജീവിതം നമ്മൾ അനുഭവിച്ച ഈശോയുടെ ജീവിതം അല്ലേ? നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഈ പ്രായത്തിൽ നമുക്കിപ്പോൾ പോയിട്ട് ഒരു മൈക്കെടുത്ത് റോഡ് സൈഡിൽ നിന്ന് ഒരു വചനപ്രഘോഷണം നടത്താനൊന്നും ഒരു സാധ്യതയൊന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അനുഭവിച്ച നമുക്ക് കിട്ടിയ ആ ഈശോയെ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കൂളുകളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക? എങ്ങനെയാണ്? എല്ലാവർക്കും ഒരേ കഴിവുകളുള്ള കുട്ടികളായിരിക്കില്ല അല്ലേ? പല കഴിവുകളുള്ള കുട്ടികളായിരിക്കും. കഴിവ് കുറഞ്ഞവരെ നമ്മൾ സഹായിക്കുക, അവരെ പഠിക്കാൻ സഹായിക്കുക, അതുപോലെ തന്നെ അവരുടെ വേദനകളിലൊക്കെ നമ്മളൊന്ന് പങ്കുചേരുക. ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്. എന്താണെന്നറിയോ? ഒരു അഗ്നിയുടെ ഒരു പേപ്പറിൽ വെട്ടിയിട്ട് നിങ്ങൾ ഒരു അഗ്നിയായിട്ട് അതിനെ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒരു റെഡ് ഷെയ്ഡൊക്കെ ചെയ്ത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു അഗ്നിയായിട്ട് നമുക്ക് തോന്നണം. അതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ പല രൂപങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം നിങ്ങൾ എഴുതി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ? ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ള വചനം ഇതാണ്. കൊളോസസ് 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. സർവോപരി എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. എങ്ങനെയുള്ള സ്നേഹമാണ്? എല്ലാവരെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം. അപ്പോൾ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.